ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന സോഫ്റ്റ്വെയർ പരിചയപ്പെടാം. ഈ സോഫ്റ്റ്വെയറിലെ പ്രവർത്തനമായി നമ്മൾ ചെയ്യാൻ പോകുന്നത് റെയിൻബോ കോഫി ഷോപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ലോഗോയാണ് തയ്യാറാക്കുന്നത്. ഇടതുവശത്തായി ഒരു ചതുരത്തിനുള്ളിൽ ഒരു ലോഗോ തന്നിട്ടുണ്ട്. ആ ലോഗോയിൽ ഒരു ചായക്കപ്പിന്റെ ചിത്രവും ഈ കുടുംബശ്രീ ഇനിഷ്യേറ്റീവ് എന്ന വാചകം അർദ്ധവൃത്താകൃതിയിലും താഴെയായി ടേസ്റ്റ് ദ റിയൽ ടേസ്റ്റ് ഓഫ് നേച്ചർ എന്ന വാചകം ലോഗോയായി ചേർത്തിട്ടുണ്ട്. ഒരു കുടുംബശ്രീ സംരംഭം എന്ന് ചേർത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചിത്രം ചേർത്തിട്ടുണ്ട്. ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന സോഫ്റ്റ്വെയർ ഒരു സ്വതന്ത്ര വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. പ്രധാനമായും SVG സ്കെയിലബിൾ വെക്ടർ ഗ്രാഫിക്സ് ചിത്രങ്ങളാണ് ഇങ്ക്സ്കേപ്പ് നിർമ്മിക്കുന്നത്. ബിറ്റ്മാപ്പ് ചിത്രങ്ങളെ ഇമ്പോർട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുള്ള സൌകര്യങ്ങൾ ഇതിലുണ്ട്. വെക്ടർ ചിത്രങ്ങളെ രാഷ്ട്ര ചിത്രങ്ങളാക്കി മാറ്റാനും ഇങ്ക്സ്കേപ്പ് നമ്മെ സഹായിക്കുന്നുണ്ട്. ഇങ്ക്സ്കേപ്പിന്റെ ആ ജാലകം ഇതാണ്. മുകളിലായി മെനു ബാർ, താഴെയായി ടൂൾ കൺട്രോൾ ബോക്സ് ഉണ്ട്. ഇടതുവശത്ത് ടൂൾ ബാറുകൾ ലഭ്യമാണ്. ഓരോ ടൂളിന്റെയും പ്രത്യേകത നോക്കുക. സെലക്ട് ചെയ്യാനും മാറ്റം വരുത്താനുള്ള ടൂള്, നോഡ് എഡിറ്റിംഗ് ടൂള്, ചതുരം വരയ്ക്കാൻ, വൃത്തം വരയ്ക്കാൻ, ഇങ്ങനെ നിരവധി ടൂളുകളുണ്ട്. താഴെയായി കളർ പാലറ്റ് ഉണ്ട്. സോഫ്റ്റ്വെയർ തുറന്ന ശേഷം നമുക്ക് ടൂളുകളെ പരിചയപ്പെടാം. ആപ്ലിക്കേഷൻ, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന ക്രമത്തിൽ ഇങ്ക്സ്കേപ്പ് തുറക്കാം. തുറന്നു വന്ന ഇങ്ക്സ്കേപ്പ് ജാലകത്തിൽ മുകളിലായി മെനു ബാർ, താഴെ ടൂൾ കൺട്രോൾ ബോക്സ് ഉണ്ട്. ഇടതുവശത്തായി ടൂളുകളുണ്ട്. ഓരോ ടൂളുകളുടെയും മുകളിൽ മൌസ് എത്തിക്കുമ്പോൾ ആ ടൂളിന്റെ പേര് നമുക്കിവിടെ ദൃശ്യമാകുന്നു. ആദ്യത്തെ സെലക്ഷൻ ടൂള്, നോഡ് സെലക്ഷൻ ടൂള്, സൂം ടൂള്, റെക്ടാംഗിൾ സെലക്ഷൻ ടൂള്, റെക്ടാംഗിൾ ടൂള്, സർക്കിൾ ടൂള്, പോളിഗൺ ടൂൾ, ഡ്രോ ഫ്രീ ഹാൻഡ് ലൈൻ ടൂള്, ബേസിയർ ടൂള്, കാലിഗ്രാഫിക് ടൂള്, ടെക്സ്റ്റ് ടൂൾ, താഴെയുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് ഗ്രേഡിയന്റ് ടൂള് എന്നിവ നമുക്കിവിടെ കാണാം. മധ്യത്തായി പേജ് ബോർഡർ നമുക്ക് കാണാം. താഴെ കളർ പാലറ്റിൽ നിറങ്ങളും ലഭ്യമാണ്. ഇപ്രകാരം ഇങ്ക്സ്കേപ്പ് തുറന്ന് സോഫ്റ്റ്വെയർ ആദ്യം പരിചയപ്പെടുക. അതിനുശേഷം പുസ്തകത്തിലെ 9-10 പേജുകൾ നൽകിയിരിക്കുന്ന ചായക്കപ്പ് തയ്യാറാക്കാനുള്ള പ്രവർത്തനങ്ങൾ ക്രമമായി എഴുതി വെച്ച ശേഷം മറ്റു പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് കടക്കാം.